അപ്പോൾ അടുത്ത ടൂൾ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ടൂളാണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്റ്റിക്കർ. ഈ ടെക്സ്റ്റും സ്റ്റിക്കറും ഏതാണ്ട് സെയിം തന്നെ കേട്ടോ, സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. സോ രണ്ട് സിമിലാരിറ്റി സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യണം, നമുക്ക് ഒരു ഭാഗം എടുത്താൽ മതി. സ്റ്റിക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റിക്കർ എന്തെങ്കിലും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇതുപോലെ ആഡ് ചെയ്യാനും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്കറിന് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, അതൊക്കെ ചെറിയ പിള്ളേർ യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. മെയിനായിട്ട് എഡിറ്റേഴ്സ് ഒന്നും അതാണ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റിക്കർ കൊണ്ടുള്ള ഉപയോഗം. സ്റ്റിക്കറിൽ ആഡ് ചെയ്തിട്ട് ഈ ടിക്ക് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ സ്റ്റിക്കറിൽ ആഡ് ആവും. നമുക്ക് എത്ര നേരം വേണം സ്റ്റിക്കർ വേണമെന്ന് വെച്ചാൽ അത്ര നേരം നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എവിടെ വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത് അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റിക്കർ കൊണ്ടുള്ള ഉപയോഗം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അടുത്ത ടെക്സ്റ്റ്. നമുക്കൊരു വീഡിയോക്ക് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് വേണം, ഇപ്പോൾ താഴെ കൊടുത്ത പോലെ 2024-25 എന്ന രീതിയിലുള്ള ടെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കുള്ള കളറൊക്കെ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് തീരുമാനിക്കുക. അത് ഇഷ്ടംപോലെ കളേഴ്സിലുണ്ട്. അതിൽ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം, നമുക്ക് അതിൻ്റെ ബോർഡർ മാറ്റാം കേട്ടോ. ബോർഡറിൻ്റെ കട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾഡാക്കണമെങ്കിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അതുപോലെ കളേഴ്സ് മാറ്റാൻ പറ്റും, അവിടെ റെഡ് അങ്ങനെ പല രീതിയിൽ കളേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഷാഡോ കൊടുക്കണമെങ്കിൽ, അതായത് ആ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഷാഡോ പോലെ കൊടുക്കണമെങ്കിൽ നമുക്കിതാ ഇതുപോലെ കൂട്ടി കുറച്ച് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക ഓരോ ടൂള്. മനസ്സിലായോ? അടുത്ത എഫക്റ്റാണ് ഗ്ലോ എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിന് വേണമെങ്കിൽ ഹൈലൈറ്റ് നിറം കൊടുക്കാം, അങ്ങനെയൊക്കെ ഹൈലൈറ്റ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനാണ് ഈ ഗ്ലോ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് ലേബൽ. നമുക്കിപ്പോൾ ഇത് എന്തെങ്കിലും ബ്രാക്കറ്റിലോ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിനാണ് ലേബൽ യൂസ് ചെയ്യുന്നത്. ലേബൽ ഇപ്പോൾ ഏതെങ്കിലും ഉണ്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയായിട്ട് കാണിക്കും, ഒരു ബ്രാക്കറ്റിലായിട്ട് വരും. നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേബൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നുള്ളത് ഒപ്പോസിറ്റി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ടെക്സ്റ്റ് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ 100% ഇടുക. കുറച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് പറ്റ മാഞ്ഞു പോകും, അതായത് ഇറേസ് ചെയ്ത് പോകും. ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ള ഇതുപോലെ ആവും. ഇതിനാണ് നമ്മൾ എന്തെങ്കിലും ഒപ്പോസിറ്റി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടൂളാണ് ഫോൺ സൈസ് എന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൂൾ കേട്ടോ. ഇത് നമുക്ക് ടെക്സ്റ്റ് ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത്, ഏത് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്, ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ നിർണ്ണയിക്കുന്ന സാധനമാണ് ഇത് ഫോൺ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ കിട്ടും, എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിലാണ് നമ്മൾ ഫോൺ സൈസ് എന്ന് പറയാം, ഫോൺ സ്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ അടുത്ത ടൂൾ പരിചയപ്പെടുന്നത് വെച്ചാൽ ഈ വീഡിയോൻ്റെ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും ഇതാ ഈ ടൂൾ യൂസ് ചെയ്യുക. അതുപോലെ വളക്കാനുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ യൂസ് ചെയ്യാം. മനസ്സിലായോ? അതുപോലെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് വേണമെങ്കിൽ നമുക്ക് ബോൾഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം, ഇറ്റാലിക് ആക്കാം, അണ്ടർ കൊടുക്കണമെങ്കിൽ അണ്ടർ ആക്കാം. അങ്ങനെ പല രീതിയിൽ ക്യാപിറ്റലാക്കണമെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കാം. അങ്ങനെ പല രീതിയിലുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൂളാണ് മോഷൻസ് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിന് നമ്മളൊരു ആനിമേഷൻ കൊടുക്കുക എന്നാണ് ഇതിൻ്റെ ഉള്ള ഒരു ഉപകാരം. ടെക്സ്റ്റിന് ആനിമേഷൻ കൊടുക്കുക ഇതുപോലെ കൊടുക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇതിനാണ് നമ്മൾ മോഷൻ എന്ന് പറയാം. ഇൻ ആൻഡ് ഔട്ട് എന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ ലൂപ്പ് ഉണ്ട്. ഈ 2 ഓപ്ഷനിലും നമുക്ക് നമ്മളേ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലൂപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ആനിമേഷൻ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളൊരു ഉപകാരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെക്സ്റ്റിനുള്ള ഉപകാരം. എന്നിട്ട് നമ്മൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റായി. പിന്നെ ക്യാപ്ഷൻസ് ഉണ്ട്, അതുപോലെ ഡീറ്റെയിൽ ഉണ്ട്, ഡൂഡിൽ ഉണ്ട്, എഡിറ്റ് ഉണ്ട്. ക്യാപ്ഷൻസ് നമ്മൾ ഓട്ടോ ക്യാപ്ഷൻ ആട്ടോ. നമ്മളിപ്പോൾ വീഡിയോക്ക് ഒരു ഓഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ടെക്സ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഈ ക്യാപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി, അങ്ങനെ കിട്ടും. പിന്നെ ഡീറ്റെയിൽ എന്നൊരു ഓപ്ഷൻ എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു സ്പെസിഫിക് ഭാഗം ബ്ലർ ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഡീറ്റെയിലിങ്. അപ്പോൾ ബാറ്റ്സ്മാൻ നമുക്ക് വേണമെങ്കിൽ ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടോ ഇംഗ്ലീഷുള്ള ടൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ബ്ലർ ചെയ്യണമെങ്കിൽ ആ സ്പെസിഫൈ സൈഡ് മാത്രം നമ്മുടെ ബ്ലർ ചെയ്ത് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കണ്ടോ, നമുക്കൊരു ഭാഗം ഇപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫോട്ടോ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ഇതതുപോലെ യൂസ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇതിനാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയാം. പിന്നെ ഡൂഡിൽ ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ ഇങ്ങനെ അതുപോലെ കുത്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡൂഡിൽ. ഇതിപ്പോൾ മെയിനായിട്ട് നമുക്കധികം യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെയുള്ളത് ട്രാക്കിംഗ്, എഡിറ്റിംഗ് തന്നെ പല രീതിയിലുണ്ട്. എഡിറ്റിംഗ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. അതുപോലെ വേറെ ഓരോ ടൂൾസ് ഡിലീറ്റ് എന്ന ഓപ്ഷൻ, ഡിലീറ്റ് നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഡിലീറ്റ് ആയി പോകും. അതുപോലെ ട്രാക്കിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ നമ്മൾ ടെക്സ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ട്രാക്കിംഗ് നോക്കി കഴിഞ്ഞാൽ ആ സാധനം എപ്പോഴും എൻ്റെ മേലെ നിൽക്കും. നടക്കുന്നുണ്ടെങ്കിൽ ആ നടക്കുന്നതിന് ഇപ്പോൾ ടെക്സ്റ്റ് നീങ്ങും. അതിനാണ് ഈ ട്രാക്കിംഗ് എന്ന് പറയുക. ഒരാൾ ട്രാക്ക് ചെയ്യുക, ഒരു സാധനം ട്രാക്ക് ചെയ്യുക, അതാണ് ഇതിനർത്ഥം. ഓക്കെ, പിന്നെ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ഇത് രണ്ടും നമുക്കറിയാമല്ലോ. കോപ്പി എന്ന് പറഞ്ഞാൽ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് സെയിം തന്നെയാണ്. ഈ ടെക്സ്റ്റ് ഒന്നുകൂടി കോപ്പി ചെയ്യുക, അവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അത് രണ്ടും സെയിം തന്നെയാണ്.
ടെക്സ്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി നോക്കി കഴിഞ്ഞാൽ രണ്ടോട്ടം സാധനം കോപ്പി ആവും. കണ്ടോ, ഇതാണ് പരിപാടി. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ.